ശിവഗിരി തീർത്ഥാടന സമ്മേളനം നടക്കുന്ന വേദിയിൽ മണ്ഡലാകാരം വ്യാപ്തം ഏവം ചരാചരം ഇങ്ങനെ നമ്മളെ പൂർവികർ പറഞ്ഞിരുന്നു. എന്ന് വെച്ചാൽ ഓരോ അണുവിലും ഈശ്വരനുണ്ട്, ഈശ്വര സങ്കല്പമുണ്ട്. നമ്മൾ മനുഷ്യന്റെ തുല്യതയിൽ മാത്രമല്ല, മനുഷ്യന്റെ സാഹോദര്യത്തിന് മാത്രമല്ല, നമ്മൾ അതിനുമപ്പുറം നമ്മൾ എല്ലാ ജീവജാലങ്ങളുടെയും സാഹോദര്യത്തിലും തുല്യതയിലും വിശ്വസിച്ചിരുന്നു. ആരും ചെറുതുമല്ല, ആരും വലുതുമല്ല, എല്ലാം തുല്യരാണ് എന്ന സങ്കല്പം നമുക്കുണ്ടായിരുന്നു. അതായിരുന്നു നമ്മുടെ സാഹോദര്യ സങ്കല്പം. എല്ലാ പ്രാണികളെയും നമുക്ക് സമന്മാരായി നാം കണ്ടിരുന്നു. നമ്മൾ അങ്ങനെയാണ് അവരെ സങ്കല്പിച്ചിരുന്നത്. सभी प्राणियों के बीच यही समानता हमें गीता में भी दिखाई देती है। सर्वस्य चहम हृदय सन्निविष्टो कहकर भगवान ने सभी प्राणियों के हृदय में स्वयं के निवास की बात कही है। इसी प्रकार आगे चलकर बौद्ध और जैन धर्म ने सभी मनुष्यों के बीच समानता की बात की गई है। എല്ലാ പ്രാണികളും തുല്യരാണ് എന്നുള്ള സങ്കല്പം ഭഗവത്ഗീതയിലും ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞുള്ളൂ. സർവസ്യ ചാഹം ഹൃദി സന്നിവേഷ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ പ്രാണിയുടെ ശരീരത്തിലും ഞാൻ അധിവസിക്കുന്നുണ്ട് എന്ന് പറയാൻ തയ്യാറായി. ഇത് നമുക്കറിയാം, ബൗദ്ധ ജൈന മതങ്ങളും ആ രീതിയിൽ ചിന്തിക്കുകയും മനുഷ്യനെ തുല്യരായി കാണുകയും ചെയ്തു. 8th सेंचुरी में आदि शंकराचार्य ने भी, जैसा कि मैंने पहले कहा, प्राणी मात्र में ईश्वर के दर्शन की बात की और मानव मानव ही नहीं बल्कि मानव और ब्रह्म के बीच समानता पर भी उन्होंने बल दिया। इनसे जुड़ा एक किस्सा प्रचलित है जिसे आप लोगों ने जरूर सुना होगा। वह यह कि आदि शंकराचार्य काशी में एक श्मशान से गुजर रहे थे, जहां उनका सामना एक चांडाल से हुआ। आदि शंकराचार्य ने उस चांडाल को सामने से हटने के लिए कहा। जवाब में उस चांडाल ने विनम्रता पूर्वक पूछा कि मैं क्या हटाऊं, शरीर को हटाऊं या आत्मा को, आकार को हटाऊं या निराकार को? उसके इस प्रश्न ने आदि शंकराचार्य को चकित कर दिया। कहते हैं कि उसके इस विचार से आदि शंकराचार्य इतने प्रभावित हुए कि उन्होंने उसे अपना गुरु बना लिया और इस निष्कर्ष पर पहुंचे कि ब्रह्म का वास मानव समेत सभी जीवों में है, इसलिए सभी आपस में समान हैं। आचार्य शंकर का अद्वैतवाद अपने आप में यूनिवर्सल इक्वालिटी का यह पर्याय है। 8ാം നൂറ്റാണ്ടിൽ ശങ്കരാചാര്യ സ്വാമികൾ ഒരു പടി കൂടി മുന്നോട്ട് പോയി. പ്രാണികളെയും ഈശ്വരനെയും മാത്രമല്ല തുല്യരായി കണ്ടത്, പരമാത്മാവും മനുഷ്യനും ഒന്നാണ്, അതും തുല്യമാണ് എന്ന സങ്കല്പത്തിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നു. ഞാൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവം പറയാം. നിങ്ങളൊക്കെ കേട്ടുകാണും. അദ്ദേഹം കാശിയിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മുമ്പിൽ ഒരു ചണ്ടാളൻ വന്നുപെട്ടു. അദ്ദേഹം ചണ്ടാളനോട് മാറിപ്പോവാൻ പറഞ്ഞു. ചണ്ടാളൻ ചോദിച്ചു, ആരാണ് മാറേണ്ടത്? എൻ്റെ ആത്മാവാണോ അതല്ല ഞാനെന്ന ശരീരമാണോ മാറേണ്ടത് എന്ന് ചോദിച്ചു. ആകാരമാണോ നിരാകാരമാണോ മാറിത്തരേണ്ടത് എന്ന് ചോദിച്ചു. ഇത് ശങ്കരാചാര്യ സ്വാമികളെ അത്ഭുതപ്പെടുത്തി. അദ്ദേഹം പറഞ്ഞതിൽ അദ്ദേഹം സ്വാധീനിക്കപ്പെട്ടു. ആ ചണ്ടാളനെ തൻ്റെ ഗുരുവായി അദ്ദേഹം കാണുകയും ചെയ്തു. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ സങ്കല്പിച്ചത്. ബ്രഹ്മത്തെ പോലും മനുഷ്യരെ തുല്യമായി കണ്ടു, എല്ലാ ജീവജാലങ്ങളും നമ്മൾ തുല്യമായി കണ്ടു. സാർവലൗകികമായ ഈ പ്രപഞ്ചം മുഴുവൻ തുല്യമാണ് എന്ന നിലവാരത്തിലേക്ക് അന്ന് മുതൽ അദ്വൈത സിദ്ധാന്തത്തിലൂടെ നാം എത്തിച്ചേർന്നു. साथियों, हमारे वेदों और उपनिषदों में जो फिलॉसफी दिखाई देती है, आगे चलकर वही फिलॉसफी सरलता और सहजता के साथ भक्ति काल के संतों और कवियों में दिखाई देती है। उदाहरण के लिए छांदोग्य उपनिषद का एक महावाक्य है, तत्त्वमसि। इसका भाव है कि जीव के अपने कुछ सारभूत गुण हैं, यानी सब्सटेंसिव क्वालिटी या ट्रेट्स हैं जो ब्रह्म के गुणों से समानता रखते हैं। सरल शब्दों में कहें तो जीव और ब्रह्म दोनों आपस में आइडेंटिकल हैं। इस तरह ईशोपनिषद में ईशावश्यमिदं सर्वम कहा गया है, यानी ईश्वर ऑमनी प्रेजेंट है। यह भी सभी तत्वों में ईश्वर की समान उपस्थिति के चलते समानता की ही बात करता है। സുഹൃത്തുക്കളെ, നമ്മുടെ ഉപനിഷത്തുകളിലും ഈ സിദ്ധാന്തം കാണാൻ സാധിക്കും. ഈ ഉപനിഷത്തുകളിലുള്ള ഈ സിദ്ധാന്തത്തെ കാലക്രമത്തിൽ ഭക്തി കാലഘട്ടത്തിൽ നമ്മുടെ സന്യാസി ശ്രേഷ്ഠന്മാർ അതിനെ ഉദാഹരണ സഹിതം സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ പറയുകയുണ്ടായി. ഉപനിഷത്തിൽ പറയുന്നുണ്ട് തത്വമസി എന്നുള്ളത്. ഈ തത്വമസി എന്നുള്ള സങ്കല്പം എന്താണ്?
ജീവന്റെ ആ സങ്കല്പത്തിൽ എല്ലാ ജീവനിലും ഗുണമുണ്ട്. അതിന് അടിസ്ഥാനപരമായ തത്വം എല്ലാത്തിലുമുണ്ട്. എല്ലാം ഗുണമാണ്. അത് ബ്രഹ്മത്തിന്റെ ഗുണമാണ്. ആ ബ്രഹ്മത്തിന്റെ ഗുണം എല്ലാ ജീവസങ്കല്പങ്ങളിലുമുണ്ട്. ഇത് വളരെ സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ നമ്മുടെ ഭക്തി കാലഘട്ടത്തിലെ ഈ സങ്കല്പത്തെ ഇത് രണ്ടും ഒന്നാണ് എന്ന രീതിയിൽ സന്യാസി ശ്രേഷ്ഠന്മാർ ഇവിടെ മനസ്സിലാക്കി കൊടുത്തു. വീണ്ടും ഉപനിഷത്തുകളിൽ പറയുന്നു ഈശോവാസ്യം ഇതം സർവം എന്ന് വെച്ചാൽ ഈശ്വരൻ എല്ലാത്തിലുമുണ്ട്, എല്ലാത്തിലും ഈശ്വരനുണ്ട്. അതുകൊണ്ട് എല്ലാ സങ്കല്പത്തിലും ഈശ്വരനുണ്ട്, എല്ലാവരും തുല്യരാണ് എന്നും വീണ്ടും നമ്മളെ ബോധിപ്പിക്കുകയാണ്. कबीरदास के यहाँ यही दर्शन एक नूर ते सब जग उपजा के रूप में सामने आता है, जो ईश्वर की ओमनी प्रेजेंस की घोषणा करता है. नानक ने यहाँ यही दर्शन एक ओंकार सतनाम कर्ता पूरक निर्मोह निर्वर अकाल मूरत के रूप में आता है. यानी ईश्वर जो क्रिएटर है, फियरलेस, विदाउट हेट्रेड और टाइमलेस फॉर्म में रहता है. नानक जी के अनुसार अगर यूनिवर्स का क्रिएटर एक है तो सभी प्राणियों में समानता भी बट नेचुरल है, यानी स्वाभाविक है. സന്ത് കബീർദാസും ഈ കാര്യം സാധാരണക്കാരനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയുണ്ടായി. എല്ലാത്തിലും ദൈവം കുടികൊള്ളുന്നുണ്ട് എന്ന സങ്കല്പത്തെ. ഗുരു നാനക് ജിയും പറഞ്ഞു, ഇതാ എല്ലാ സങ്കല്പത്തിലുമുള്ള ഈശ്വരൻ അത് സൃഷ്ടാവാണ്, അതിനെ ഭയക്കേണ്ട ആവശ്യമില്ല, അതിനെ വെറുക്കേണ്ട ആവശ്യവുമില്ല. അപ്പൊ ഭയവും വെറുപ്പും ഇല്ലാത്ത ഒരു സങ്കല്പം, അതിന് കാലത്തിനനുസൃതമായ രൂപഭാവങ്ങളുമില്ല. അതുകൊണ്ട് കാലത്തിനപ്പുറത്ത് ആ സങ്കല്പം നിലനിൽക്കുന്നു. അങ്ങനെ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവെന്ന നിലയിലാണ് ഗുരു നാനക് ഈ ദൈവസങ്കല്പത്തെ മനുഷ്യന് മുമ്പിൽ അവതരിപ്പിച്ചത്. അതുകൊണ്ട് എല്ലാ പ്രാണികളും ആ സങ്കല്പത്തിൽ നിന്നും ഉണ്ടായതാണ്, തുല്യരുമാണ് എന്ന് ബോധിപ്പിക്കുകയുണ്ടായി. गोस्वामी तुलसीदास जी के यहाँ आप देखेंगे तो वही झलक डिवोशनल फिलॉसफी के सब लाइन इपिक रामचरितमानस में सिया राम मैं सब जग जानी के रूप में प्रकट होता है. वह समस्त जग में सिया राम के दर्शन करते हैं और जब कभी सभी जगह सिया राम की व्याप्ति है तो सब स्वतः समान हो जाते हैं. यही दर्शन आप नरसिंह मेहता के यहाँ वैष्णव जन की भावना में पाते हैं. उनकी नजर में वैष्णव जन उन्हीं को कहा जा सकता है जो दूसरों की पीड़ा को समझ सकते हैं, उसे इंटरलाइज कर सकते हैं. मानव के बीच समानता की यह अपने आप में एक बड़ी परिभाषा है जो आगे चलकर फ्रीडम स्ट्रगल के दौरान महात्मा गांधी जी को प्रेरित करती है. इस तरह भक्ति काल के संतों और कवियों ने ऐसे ऐसे दर्शन और ऐसे ऐसे सिद्धांत दिए जो न केवल मानव बल्कि मानव और अन्य चराचर के बीच समानता स्थापित करते हैं. और इन संतों ने केवल थ्योरिटिकल बातें ही नहीं कही हैं. इन संतों की प्रैक्टिकल लाइफ में भी आप देखेंगे तो उनमें भी मानव और जीव मात्र के प्रति दया और समानता का भाव दिखाई देता है. ഭക്തകവി ആയിട്ടുള്ള തുളസീദാസ്, ആ തുളസീദാസ് അദ്ദേഹം പറഞ്ഞത് എന്താണ്? അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയുക, ഭക്തി കലർന്ന ഒരു തത്വചിന്തയുണ്ട്. അതിന്റെ അടിസ്ഥാനം ഇതാണ്: എല്ലാത്തിലും സീതയും രാമനും എല്ലാത്തിലുമുണ്ട്, എല്ലാ രൂപത്തിലും സീതയും രാമനുമുണ്ട്, എല്ലാ ജീവജാലങ്ങളിലും സീതയും രാമനുമുണ്ട് എന്ന് പറയാൻ തയ്യാറായി. എല്ലാത്തിലും രാമനെയും കണ്ടുകൊണ്ട് എല്ലാം തുല്യമാണെന്ന് അദ്ദേഹം സമർത്ഥിച്ചു. അതുപോലെ തന്നെ വൈഷ്ണവജൻ എന്ന് പറയുന്ന ആ കവിത, ആ വൈഷ്ണവജൻ എന്ന് പറയുന്ന ആ കവിതയിലും എല്ലാം മനുഷ്യരെല്ലാം ഒന്നാണെന്നും മറ്റുള്ളവന്റെ വേദന, ആ വേദന മനസ്സിലാക്കാൻ സാധിക്കാത്തവൻ അത് ഉൾക്കൊള്ളാൻ, അത് തൻ്റെ വേദനയായി ഉൾക്കൊള്ളുന്നവനാണ് യഥാർത്ഥ മനുഷ്യനെന്ന് ബോധിപ്പിക്കുകയുണ്ടായി. ഈ സങ്കല്പങ്ങളെല്ലാം നാം സ്വാംശീകരിച്ചു, നമ്മുടേതാക്കി മാറ്റി. അത് നമുക്കറിയാം. വൈഷ്ണവജൻ എന്ന് തുടങ്ങുന്ന കവിതയാണ് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ മഹാത്മാഗാന്ധിജിക്ക് പോലും പ്രചോദനമായത്. അങ്ങനെ ഭക്തി കാലഘട്ടത്തിലെ കവികളും അതുപോലെ തന്നെ അവർ നൽകിയ സിദ്ധാന്തങ്ങളും ദർശനങ്ങളും, ആ ദർശനങ്ങൾ മനുഷ്യരെ സംബന്ധിച്ച് മാത്രമല്ല സർവ്വചരാചരങ്ങളെയും ഈ ഭൂമിയിൽ എല്ലാത്തിനെയും ഒന്നായി കാണാൻ നമ്മളെ. ശിവഗിരി തീർത്ഥാടന സമ്മേളനത്തിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സംസാരിക്കുന്നതിന്റെ തത്സമയ സംപ്രേഷണമാണ് കണ്ടത്.